കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവേ, അവിടുന്ന് ഇത് വെറുതെ പറഞ്ഞതല്ല എന്ന് അനേകരെ സ്വാതന്ത്ര്യം നൽകി സ്വതന്ത്രരാക്കിക്കൊണ്ട് അവിടുന്ന് കാണിച്ചു തന്നു. അനേകം രോഗികളെയും വ്യാധികളെ കഷ്ടപ്പെട്ടവരെയും അവിടുന്ന് സ്വതന്ത്രരാക്കി. പിശാച് ബാധിതരെ അവിടുന്ന് സ്വതന്ത്രരാക്കി. അപസ്മാര രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് സ്വതന്ത്രരാക്കി. തളർവാദ രോഗം മാറ്റിക്കൊണ്ട് സ്വതന്ത്രരാക്കി. വിവിധ വ്യാധികളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ സൗഖ്യം നൽകി സ്വതന്ത്രരാക്കി. ത്വക്ക് രോഗികൾക്ക് സൗഖ്യം നൽകി സ്വതന്ത്രരാക്കി. പനിയും മറ്റനുബന്ധ രോഗങ്ങൾ മൂലം കഷ്ടപ്പെട്ടിരുന്നവരെ സ്വതന്ത്രരാക്കി. രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയെ സ്വതന്ത്രമാക്കി. അന്ധരെയും ഊമരെയും സ്വതന്ത്രരാക്കി. കൈ ശോഷിച്ചവരെ സ്വതന്ത്രരാക്കി. വിശപ്പും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നവരെ സ്വതന്ത്രരാക്കി. മുടന്തരെയും വികലാംഗരെയും അവിടുന്ന് സ്വതന്ത്രരാക്കി. പ്രകൃതിക്ഷോഭത്തിലാകപ്പെട്ടവരെ അവിടുന്ന് സ്വതന്ത്രരാക്കി. ബധിതരെ അവിടുന്ന് സ്വതന്ത്രരാക്കി. കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും അപകർഷതാബോധത്തിൽ നിന്നും അവിടുന്ന് സ്വതന്ത്രരാക്കി. ഉദരരോഗം മാറ്റിക്കൊണ്ട് ധനാസക്തിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ജഡികാസക്തിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഇല്ലായ്മകൾ പരിഹരിച്ചുകൊണ്ടും അവിടുന്ന് സ്വതന്ത്രരാക്കി. കർത്താവ്, തരത്തിലുള്ള നിരവധി അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവേ, ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യർ ഇന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഈ കൂട്ടത്തിൽപ്പെട്ട ഇതേ അനുഭവമുള്ളവർ തീർച്ചയായിട്ടും കർത്താവേ ഉണ്ട്. പിശാച് ബാധ്യതയുള്ളവരുണ്ട്. അപസ്മാര രോഗികളുണ്ട്. തളർവാദ രോഗികളുണ്ട്. വിവിധ വ്യാധികളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ധാരാളം ത്വക്ക് രോഗികളുണ്ട്. പനിയും അനുബന്ധ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. രക്തസ്രാവ രോഗം മൂലം വിഷമിക്കുന്നവരുണ്ട്. അന്ധരും ഊമരും കൈ ശോഷിച്ചവരുമുണ്ട്. വിശപ്പും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുണ്ട്. ഉടന്തരും വികലാംഗരുമുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം വിഷമിക്കുന്നവരുണ്ട്. കുറ്റബോധത്താലും നിരാശയാലും ഭയത്താലും അപകർഷതാബോധത്താലും കഷ്ടപ്പെടുന്നവരുണ്ട്. അനേക ഉദര രോഗികളുണ്ട്. ധനാസക്തിയാലും വലിയ ജഡിക ആസക്തികളാലും അഹങ്കാരത്താലും കഷ്ടപ്പെടുന്നവരുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്, ഇവർക്കെല്ലാം വേണ്ടി രാത്രിയിൽ അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമത്തിൽ ഇവർക്കെല്ലാം സ്വാതന്ത്ര്യവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. ലോകത്തിലെ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെല്ലാം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അന്ന് അവിടുന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അനേകരെ മോചിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരും അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. കർത്താവേ, അവർക്കെല്ലാം ഈ സമയത്ത് അവിടുത്തെ നാമത്തിൽ സ്വാതന്ത്ര്യവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെല്ലാവരെയും അവരകപ്പെട്ടിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് ഇപ്പൊ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ
എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ബാധിതർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപസ്മാര രോഗികൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർവാദ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ത്വക്ക് രോഗികൾക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാട്ടിലെങ്ങും പനിയും അനുബന്ധ രോഗങ്ങളും മൂലം ധാരാളം പേര് കഷ്ടപ്പെടുന്നുണ്ട്. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവ രോഗം മൂലം വിഷമിക്കുന്നവരെ നീ രാത്രി നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ വിവിധ രോഗങ്ങളാലും വ്യാധികളാലും ആന്തരിക സംഘർഷത്താലും ആന്തരിക മുറിവുകളാലും കഷ്ടപ്പെടുന്നവർക്ക് ഈ രാത്രി നീ സൗഖ്യവും വിടുതലും നൽകണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനമായ നസറായനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കൾക്കും അവരായിരിക്കുന്ന ബന്ധനത്തിൽ നിന്നും ഈശോയുടെ നാമത്തിൽ സ്വാതന്ത്ര്യവും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ കെട്ടുകളും ഞാനിപ്പോൾ അഴിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ സ്വതന്ത്രരായിട്ട് പ്രഖ്യാപിക്കുന്നു. കർത്താവേ, സ്തോത്രം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യമുണ്ടാകുന്നതിന് വേണ്ടി, സൗഖ്യമുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും എല്ലാ രോഗികളിലേക്കും വിവിധ വ്യാധികളാൽ കഷ്ടപ്പെടുന്നവരിലേക്കും ഈശോയുടെ ശക്തി കടന്നു ചെല്ലട്ടെ. ഈശോയുടെ സൗഖ്യം കടന്നു ചെല്ലട്ടെ. ഈശോ നൽകുന്ന സ്വാതന്ത്ര്യം കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ഇലം തളിച്ച് വിശുദ്ധീകരിക്കും. ഇച്ചിരിയുടെ ഉറക്കെ നമുക്ക് സ്തുതിക്കാം. അല്പം കൂടി ശബ്ദത്തെ സ്തുതിക്കാം. അല്പം കൂടി വിശ്വാസത്തെ സ്തുതിക്കാം. കർത്താവേ, ഈ സമയത്ത് കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, സ്വാതന്ത്ര്യം തരണമേ, സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് പാടി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. കരമൊന്നുയർത്തിയടിച്ച് എല്ലാവരും കരമൊന്നു ഉയർത്തി ശക്തമായി കരമടിച്ച് യേശുനാമത്തിന്റെ വിടുതൽ ഏറ്റുവാങ്ങി, ആ സൗഖ്യം ഏറ്റുവാങ്ങി നമുക്ക് വീണ്ടും ശക്തമായി പാടി ആരാധിക്കാം. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ കൃപയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ കൃപയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ.
പ്രിയമുള്ളവരെ, ഇരുവശങ്ങളെ കരങ്ങളൊന്ന് അടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരങ്ങളൊന്ന് അടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുക. ഈശോ ഒരു വലിയ കാര്യം ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈശോയുടെ അത്ഭുതകരമായ ശക്തി നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ സൗഖ്യം ഏറ്റുവാങ്ങി ആ വിടുതലിനോട് ചേർന്ന് നിന്ന് വലിയ ആനന്ദത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അമ്മേ, നൽവരദാനങ്ങൾ നൽകണമേശോ, നല്ല വഴിക്കെന്നെ നടത്തണമേശോ. നൽവരദാനങ്ങൾ നൽകണമേശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേശോ. തിരുരക്തത്താ കഴുകണമേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിൻ തിരുരക്തത്താ കഴുകണമേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. വീണ്ടും നമുക്ക് കരങ്ങളടിച്ച് ശക്തമായി കരങ്ങളടിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ രക്തം സകല പാപത്തിൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപത്തിൽ നിന്നോ സകല അശുദ്ധിയിൽ നിന്നോ ദൈവജനത്തെ വിടുവിക്കുന്ന അത്ഭുതകരമായ ആ രക്തം നമ്മുടെ മേൽ അഭിഷേകമായി വ്യാപരിക്കാൻ ആഗ്രഹിക്കാം. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. രണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുരത്ത് ജീവനോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറയാം ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, 145 സങ്കീർത്തനം അതിൻ്റെ 16 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരെയും സംതൃപ്തരാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം കൈ തുറന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളൊരാവശ്യമായിട്ട് ഈ നൈറ്റ് വെച്ചിട്ട് സംബന്ധിക്കാതിരിക്കാം അല്ലേ? ഒന്നല്ല അതിലധികം അനേക ആവശ്യങ്ങളുണ്ടാകാം. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചോദിക്കുന്ന ആരോടാ? അവിടുന്ന് എല്ലാവർക്കും കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരെയും അവിടുന്ന് സംതൃപ്തരാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് എല്ലാവർക്കും തരാനുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് കൈ തുറന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ദൈവമേ, കൈ തുറന്ന് നീ ഇന്നെനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് നിർവർത്തിച്ച് തരണം. നീ ആ ദൈവിക സംതൃപ്തി സമാധാനം കൊണ്ടൊക്കെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതമൊക്കെ നിറയണം. നമ്മുടെ മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അനുദിനം ഉയർന്നു വന്നുകൊണ്ടിരിക്കും. ഒരു നിമിഷം ദൈവതിരുമുമ്പിലേക്ക് ഇങ്ങനെ ഉയരണം. അങ്ങനെ ഉയർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കടന്നു വരുന്നത്. ഒരു സാക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെഴുതിയിരിക്കുന്ന ജെസി എന്ന സഹോദരിയാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട് എന്നാണ് ഈ സാക്ഷ്യം നമ്മളെ എഴുതി അറിയിക്കുക. എൻ്റെ ഭർത്താവിന് ഇടുപ്പിന് വേദനയായിട്ട് ഇരിക്കുവാനോ ജോലി ചെയ്യുവാനോ സാധിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, ടെസ്റ്റുകളൊക്കെ നടത്തി. ഡിസ്കിന് നീരായിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നാളത്തേക്ക് മെഡിസിനൊക്കെ കൊടുത്തു. അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. ഭർത്താവിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെങ്കിലും ജൂലൈ 1 ലീവ് കിട്ടാത്തതിനാൽ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. അന്ന് നടന്ന നൈറ്റ് വിജിലിൽ ഞാൻ കണ്ണീരോടെ ഭർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഇടുപ്പിന് വേദനയുള്ള ഒരു സഹോദരനെ സ്പർശിക്കുന്നതായി ബ്രദർ ഇവിടെ വിളിച്ചു പറഞ്ഞു.
5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വിളിക്കുകയും വേദന മാറിയതാകുകയും പറയുകയും ചെയ്തു. പിന്നീട് ഇരിക്കുവാനോ നടക്കുവാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ജോലിക്ക് പോകുന്നതിന് തടസ്സവുമില്ല. ഹോസ്പിറ്റലിൽ അതിനുശേഷം ഇന്നോളം പോവേണ്ടതായിട്ട് വന്നിട്ടില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ ഭർത്താവിന് ഇടുപ്പിന് പെയിനായി ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. ലീവ് കിട്ടാത്തത് കൊണ്ട് നൈറ്റ് വിജിലിൻ്റെ അന്ന് നിർബന്ധത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാവുന്നൊരു സാഹചര്യം മുമ്പിലുള്ളത് കൊണ്ട് ആ സഹോദരൻ അന്ന് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ജീവിത പങ്കാളി ജൂലൈ മാസം നടന്ന ആ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുടെ അവസാനം ഒരു സന്ദേശം വരികയാണ്. ഇതാ ഹിപ്പിന് വേദനയായിട്ടിരുന്നിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് തൊടുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഡ്രൈവർ, ഈ സഹോദരിയുടെ ഭർത്താവ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞതാ നടുവിന് വേദന പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരെയും സംതൃപ്തരാക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ രാത്രിയിൽ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ രോഗപീഠകളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ കണ്ണുനീരിലേക്ക് ജീവിക്കുന്ന ദൈവത്തിന് ഇറങ്ങി വരണമെന്നൊരാഗ്രഹമുണ്ട്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടണമെന്നൊരാഗ്രഹമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ ഈ സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. രോഗങ്ങൾ എത്ര പഴകിയതായിക്കൊള്ളട്ടെ, മാനുഷികമായിട്ട് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുടെ മുമ്പിലായിരിക്കാൻ നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശയുടെ വഴികളും അടയ്ക്കപ്പെട്ട ഒരു കണ്ണുനീരിൻ്റെ, ഒരു കൂരിരുട്ടിൻ്റെ രാത്രിയിൽ നീ നിൽക്കുമ്പോൾ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. അവൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ ഒരു സാക്ഷ്യമായി ഇവിടെ വായിക്കണ്ടേ? ആ വിശ്വാസത്തോടെ 2 കരങ്ങളും ഒന്ന് ഉയർത്തുക. എല്ലാവരും കണ്ണുകളും നടക്കുക. നീ നുറുങ്ങിയ ഹൃദയത്തോടെ, കണ്ണീരോടെ ഈ ആലയം വിട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അത് ആഗ്രഹിക്കുന്നല്ല. പ്രിയ സഹോദര, നീ ഷാലോൺ ടെലിവിഷന്റെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച് മടങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ഈ രാത്രി ചെയ്യുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. 2 കരമുയർത്തി എല്ലാ തകർച്ചകളെയും രോഗങ്ങളെ സമർപ്പിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം നുറങ്ങട്ടെ. നിന്റെ നിലവിളി സ്വർഗ സിംഹാസനത്തെ ഈ രാത്രിയിൽ ഉലയ്ക്കണം. നിന്റെ നിലവിളി സ്വർഗ സിംഹാസനത്തെ ഈ രാത്രിയിൽ ഉലയ്ക്കണം. നിന്റെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിൽ പതിക്കുവോളം നീ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ദൈവമേ, ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ പ്രതിസന്ധിയിലേക്ക്, ഈ രോഗത്തിലേക്ക്, ഈ തകർച്ചയിലേക്ക്, ഈ കുടുംബാന്തരീക്ഷത്തിലേക്ക് അങ്ങ് വരണമേ, അങ്ങ് വരണമേ യേശുവേ, അങ്ങ് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല ഹല ഹല. രി 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 രി. ല ല ല ല ല ല ല. രി 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 രി. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, കരമടിച്ച് പാടിക്കേ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ചേർന്ന് പാടാം. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. 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 അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവ
ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കരമുയർത്തിയടിച്ച് പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. രാത്രിയിൽ അത് സംഭവിക്കുന്നത്. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ട് ഇരിക്കാം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ വീണ്ടും നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാനും അവിടുത്തെ വചനം കേൾക്കാനും ഒക്കെ നമ്മൾ ഒരുക്കപ്പെടുകയാണ്. കർത്താവ് തൻ്റെ സജീവമായ സാന്നിധ്യം തുടക്കം മുതൽ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സ്വരമെത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അല്പസമയം ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സങ്കീർത്തനം 20:4 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുന്ന് നിൻ്റെ ഹൃദയ അഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ഈ വചനം അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊക്കെ നോക്കി, അടുത്തിരിക്കുന്ന ആളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇടതുപോലെ തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിക്കേ, ഒന്ന് ലൈവാക്കിയോ, ബലം പിടിക്കൊന്നും വേണ്ടതേ, നമുക്കൊന്ന് നന്നായിട്ട് കർത്താവിന് കരം ഒന്ന് ചേർത്ത് പിടിച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടുന്ന് ഏറ്റു പറഞ്ഞോ, അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ആ ഒരു കരമുയർത്തി വലത് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. പോരാ, ഈ ഹല്ലേലൂയ ഒന്നും പോരാ കേട്ടോ. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്ന സമയങ്ങളിൽ അതിശയകരമായ ദൈവപ്രവൃത്തി, ദൈവശക്തി നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, 133 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെ എഴുതിയിരിക്കുന്നു. 3 വചനങ്ങളാണ് 133 സങ്കീർത്തനത്തിലുള്ളത്. അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, സഹോദരർ ഏക മനസ്സോടെ ഒന്നിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും അനുഗ്രഹപ്രദവുമാണ്. സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒന്നിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും അനുഗ്രഹപ്രദവുമാണ്. അഹ്റോന്റെ ശിരസിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യ അഭിഷേകം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അനന്തമായ ജീവൻ, ഇന്നോളം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ അഭിഷേകം, ഒരു ശക്തീകരണം ഈ നൈറ്റിൽ പങ്കെടുക്കുന്ന, ആരാധനയിൽ പ്രവേശിക്കുന്ന നിങ്ങളുടെ മേൽ കർത്താവ് പകരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ജീവനോടെ ഹല്ലേലൂയ. ആദ്യത്തെ വചനം ഓർക്കണേ, അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹം, ഒരുപക്ഷെ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ച്, അത് വ്യക്തിപരമാകാം, കുടുംബപരമാകാം, ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കാം ഇന്ന് നൈറ്റ് വിജിലിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ലോകത്തിൽ എവിടെയായിരുന്നാലും ഈ ആരാധനയുടെ സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതങ്ങൾ ഇടപെടാൻ പോവുകയാണ്. അനന്തമായ അനുഗ്രഹം, അനന്തമായ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, സമൂഹങ്ങളിലേക്ക്, കുടുംബ സാഹചര്യങ്ങളിലേക്കെല്ലാം പകരാൻ ഈ ദൈവം ശക്തനാണ്. വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തനിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏറെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അടുക്കലുണ്ടാകാം. ആരൊക്കെ ഉണ്ടായാലും ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം മറന്ന് കർത്താവിനെ നിങ്ങൾ വിളിക്കുമെങ്കിൽ, അവനെ ആരാധിക്കുമെങ്കിൽ, അവൻ്റെ അനന്തമായ ശക്തിയും അനന്തമായ ജീവനും നമ്മുടെ വ്യക്തിത്വത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്ക് വന്നിറയാൻ
സ്വർഗത്തിലെ വലിയ ദൈവം ഇടവരുത്തുകയാണ്. ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ആരാധന ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ കരം വെക്കും, തൻ്റെ ശക്തി അയക്കും, തൻ്റെ കൃപ അയക്കും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഏറെ തവണ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. ആ വാക്യപ്രകാരമാണ് ഭയപ്പെടേണ്ട. എന്താണ്? ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ച് എന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞേ. കണ്ടാൽ ആകെ ഭയപ്പെട്ടിരിക്കുന്നവരായ കാണുന്നത്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞോ, ഭയപ്പെടേണ്ട. ഭയം മാറുമ്പോഴാണ് ചിരി വരുന്നത്, സന്തോഷം ഒക്കെ വരുന്നത്. നമ്മൾ ലൈവായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ദൈവമക്കൾ എന്ന നിലയിൽ കർത്താവിനെ വിളിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ അതിശയകരമായി വിടുതൽ കിട്ടും. നമ്മൾ എപ്പോഴാണ് വരുന്നത് നോക്കിയിരിക്കണ്ട. എപ്പം വേണമെങ്കിലും കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാനും മാനിച്ചുയർത്താനും കഴിയും. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. താൻ വിളിച്ച, തൻ്റെ അടുക്കലേക്ക് വിളിച്ച എല്ലാ മനുഷ്യ ജീവിതങ്ങളോടും അവിടുന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എമ്മാനുവേൽ പ്രവചനം യെശയ്യാ 7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം വരുന്ന എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ആ ദൈവം നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അടുക്കലുണ്ട്, നമ്മുടെ രോഗക്കിടക്കയിൽ അടുക്കലുണ്ട്. എല്ലാവരും കൈവിട്ട നിൻ്റെ കുടുംബ സാഹചര്യത്തിൽ ആ ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. ആ ദൈവത്തെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരിചയക്കാരും അടുത്തിരിക്കുന്നവരൊക്കെ ആരും ഒന്നും നോക്കരുത് കേട്ടോ. നോക്കിയാൽ നിങ്ങൾക്ക് കൃപ കിട്ടുകയില്ല, അനുഗ്രഹം കിട്ടുകയില്ല. എല്ലാം മറന്ന് ബലം പിടിച്ചൊന്ന് ഇരിക്കേണ്ടതേ. നന്നായി കരമുയർന്ന് ഉയർത്താമോ? നന്നായി കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് വായി തുറന്ന് യേശുവിനെ വിളിക്കാമോ? ഹല്ലേലൂയ. വിളിച്ചു യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ. സ്വരമുയർത്തി വിളിക്കാം. ഹല്ലേലൂയ. ജീവനോടെ വിളിക്കാം, ശക്തിയോടെ വിളിക്കാം. ആരാധന 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 ആരാധന. കരമടിക്കാമോ? ജീവനോടെ കൈരമടിച്ചേ. കരമുയർത്തി കരമുയർത്തി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. 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 എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കരമൊന്നുയർത്തിക്കേ, കരമൊന്നുയർത്തിക്കേ. യേശുവേ നട്ടവിളി. ജീവനോടെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. വിളിച്ചോ വിളിച്ചോ. ഹല്ലേലൂയ. കരമടിച്ച് ആനന്ദിച്ച് ഒന്ന് കാര്യങ്ങൾ മാറ്റി ചവിട്ടി സന്തോഷത്തോടെ.
സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും കൺമണിപോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കരമുയർത്തി ഒറ്റ വിളി യേശുവേ. വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ, ആരാധന, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. യേശുവേ, നന്ദി, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. കരമടിച്ച്, കരമടിച്ച്, ആനന്ദിച്ച്. കുട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കുട്ടിനെല്ലാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഇരുകരങ്ങളും ഉയർത്തി, കരമുയർത്തി യേശുവേ. വിളിക്കട്ടെ, വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. ശ്യാബാബാബാബാബാബാ. ശ്യാരാരാരാരാരാരാരാരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ഒറ്റ വിളി വിളിക്കാം യേശുവേ. ആരാധന, 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 ആരാധന. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇതാ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ തള്ളിക്കളയാതെ, നിന്നെ മാറോടണച്ച് നിന്നെ കരുതുന്ന നല്ല പിതാവാണ് അവിടുന്ന്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയവനാണ്. നമുക്ക് വിശ്വസിക്കാം, അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ ആശ്രയമാണ്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ശക്തി ഈ രാത്രിയിൽ നമ്മുടെ മേൽ കടന്നു വരട്ടെ. ഹൃദയത്തിൻ്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ചേർത്ത് പിടിക്കാമോ? ഈ അപ്പൻ്റെ കരങ്ങളിൽ ഒന്ന് ചേർത്ത് വെക്കാം. യേശു കൂടെ കൂടെ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ എപ്പോഴും നിറവേറ്റും. അവൻ നമ്മോട് പറഞ്ഞു, ആബയാണ്. ആബ എന്ന് വിളിക്കുന്ന എൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ പകർന്നു.
ഈ നല്ല അപ്പൻ ഇതാ നിൻ്റെ സാഹചര്യങ്ങളിൽ, നിൻ്റെ രോഗത്തിൽ, നിൻ്റെ കണ്ണുനീരിൽ, നിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്നോട് കൂടെ നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ അവൻ കൂടെയുണ്ട്. ചേർന്ന് നിന്നുകൊണ്ട് ആ സ്നേഹം നമ്മുടെ ആത്മാവിൽ നിറയാൻ വേണ്ടി ആരാധിക്കാം. പ്രാർത്ഥനയിലേക്ക് ഹൃദയമുയർത്തി ചേർന്ന് നിൽക്കാം. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെയതില്ലേ, സ്തോത്രം. അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെയതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി. അപ്പനെന്റെ ആശ്രയമല്ലേ, കരമുയർത്തി അപ്പനെന്റെ കൂടെയതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, ഒരിക്കൽ കൂടി അപ്പനെന്റെ സ്നേഹിതനായി. സ്വർഗീയ അപ്പനെ വിളിക്കാം. അപ്പനെന്റെ ആശ്രയമല്ലേ, രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ വായ് തുറന്ന് വിളിക്കാം. ഈ അപ്പന്റെ സ്നേഹം, ഈ അപ്പന്റെ കരുതൽ നമ്മുടെ ജീവിതങ്ങളിൽ നിറയുന്നു. ആരാധന 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 ആരാധന. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതങ്ങളെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 17-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേ. പിതാവിൻ്റെ സ്നേഹം ആഴങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ ചരിത്രമാണ് ദാവീദിൻ്റെ. സ്വന്തം പിതാവിനാൽ തിരസ്കൃതനായി ആടുകളെ മേയിച്ച് അലഞ്ഞു നടന്ന ഒരു പിന്നാമ്പുറം, ഒരു ചരിത്രം, ഒരു കാലഘട്ടം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അവൻ കൂടെ കൂടെ പറയുകയാണ്, എൻ്റെ ദൈവമേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. ഒരുപക്ഷെ ഭയത്തിനും നിരാശയ്ക്കും രോഗത്തിനും അടിമപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലത്തിലാണോ നീ നിൽക്കുന്നത്? ഹൃദയം തകർന്ന് ആരുമില്ലല്ലോ എന്ന് വേദനിക്കുന്ന ഒരു രാത്രിയുടെ യാമങ്ങളിലാണോ നീ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന, സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ നമ്മുടെ കൂടെ. ആ സ്നേഹം നിന്നിൽ നിറയട്ടെ. ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ
യേശുവേ എൻ പ്രാണനേ. ത്തിലെന്നെ വഹിച്ചതില്ല, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും തുമ്പമൊന്നും യേശുവില്ല. ഇരുകരങ്ങളും ഉയർത്തി യേശുവേ സ്നേഹമേ, യേശുവേ എൻ പ്രാണനേ. കരങ്ങൾ ചലിപ്പിച്ച് യേശുവേ സ്നേഹമേ, യേശുവേ എൻ പ്രാണനേ. ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ, യേശുവേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹം അനുഭവിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതീനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. ഇരുകരങ്ങളെയും ഉയർത്തി യേശുവേ വായ് തുറന്ന് സ്നേഹമേ, യേശുവേ എൻ പ്രാണനേ. യേശുവേ എൻ സ്നേഹമേ, യേശുവേ എൻ പ്രാണനേ. ഹല്ലേലൂയ, കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കാമോ? യേശുവേ, വിളിക്കട്ടെ, വായ് തുറന്ന് വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. ശക്തി നിറയുന്നു, കൃപ നിറയുന്നു, അഭിഷേകം നിറയുന്നു. ആരാധന, 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 ആരാധന. ശാന്തമായിട്ടിരിക്കുക, ശാന്തമായിരിക്കുക, കണ്ണുകളടച്ച് നമ്മളിൽ നിറയുന്ന ദൈവസാന്നിധ്യത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഇതാ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം അവൻ്റെ സ്നേഹം അവിടുന്ന് പകരുകയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്നോളം നമ്മെ കാത്ത, എന്നെ നിങ്ങളെ കാത്തവൻ, ഒരിക്കലും കൈവിടാത്തവൻ, അവൻ്റെ മാറോട് ചേർന്നിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി
ഹൃദയം ചേർത്ത് വെച്ച് പറയാം, പ്രാർത്ഥിക്കാം. കൺമണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ